നമസ്കാരം. ഇറാനെതിരെയുള്ള വൻ വ്യോമാക്രമണം അവസാന നിമിഷം പിൻവലിച്ചതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ആരംഭിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇറാൻ. തിങ്കളാഴ്ച ഉച്ചയോടെ ഉന്നതതല ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് എയർഫോഴ്സ് വൺ വിമാനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും നിശ്ചയിച്ചിട്ടില്ലെന്നും ട്രംപിന്റേത് കേവലം നുണപ്രചാരണം മാത്രമാണെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കി. ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും മറ്റ് മധ്യപൂർവേഷ്യൻ സഖ്യരാജ്യങ്ങളും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് താൽക്കാലികമായി പിന്നോക്കം പോയതെന്നാണ് ട്രംപ് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കത്തിനായിരുന്നു തങ്ങൾ തയ്യാറെടുത്തിരുന്നതെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഈ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാന്റെ മധ്യസ്ഥതയിൽ മാത്രമാണ് നിലവിൽ ചർച്ചകൾ നടക്കുന്നത്. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തങ്ങൾ മുതിർന്നിട്ടില്ലെന്നും ടെഹ്റാൻ വ്യക്തമാക്കി. നേരത്തെ വൻ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് നയതന്ത്രത്തിന് അവസരം നൽകുകയാണെന്ന് പറയുകയും ചെയ്യുന്ന ട്രംപിന്റെ ശൈലി ഇറാനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കത്തെയും ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി മജിദ് ഇബ്നു അൽ റസ വ്യക്തമാക്കി. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ ഒരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾ സജ്ജമാണ്. പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിലും ഇറാൻ പകച്ചു നിൽക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യമിട്ടാണോ US ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന ചോദ്യത്തിന് ട്രംപ് കൃത്യമായ ഉത്തരം നൽകാൻ തയ്യാറായിട്ടുമില്ല. ഇറാനെതിരെയുള്ള ആക്രമണം ഒഴിവാക്കണമെന്ന് സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ള നയതന്ത്ര നേതാക്കൾ ആവശ്യപ്പെട്ടതായി ട്രംപ് വെളിപ്പെടുത്തി. UAE, ഖത്തർ എന്നീ സഖ്യരാജ്യങ്ങളും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചു. യുറേനിയം സമ്പുഷ്ടീകരണവും ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങളും നയതന്ത്ര തലത്തിൽ പരിഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ നിലകൊള്ളുന്നത്. ആക്രമണം നടന്നിരുന്നെങ്കിൽ അത് മധ്യപൂർവേഷ്യയെ പൂർണ്ണമായി തകർക്കുമായിരുന്നു. യുദ്ധഭീതിക്ക് താൽക്കാലിക ആശ്വാസമുണ്ടായതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഏഷ്യൻ വിപണിയിൽ 4.5% ഇടിഞ്ഞ് ബാരലിന് $83.98 US വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 4.6% കുറഞ്ഞ് $80.74 താഴ്ന്നു. ഫെബ്രുവരി 28 സംഘർഷം ആരംഭിച്ചത് മുതൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വലിയ തോതിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമായിരുന്നു. ലോകത്ത് ഉപയോഗിക്കുന്ന അസംസ്കൃത എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നുപോകുന്നത് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. സംഘർഷം രൂക്ഷമായതോടെ ഇതുവഴിയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം കുത്തനെ കുറഞ്ഞതായി മറൈൻ ഇന്റലിജൻസ് ഏജൻസിയായ ക്ലെപ്ലർ പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നു. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് 28% കുറവാണ് കപ്പൽ ഗതാഗതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ഏപ്രിൽ 7 ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ വെച്ച് ചർച്ചകൾ നടന്നെങ്കിലും അന്തിമ കരാറിലെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങിയത്. മാസങ്ങളായി തുടരുന്ന ഈ യുദ്ധവും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗവും ട്രംപിന്റെ യുദ്ധനയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. നവംബറിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഈ ജനവികാരം തിരിച്ചടിയാകുമോ എന്ന ഭയം ട്രംപ് ക്യാമ്പിൽ ശക്തമാണ്. അതിനിടെ അമേരിക്ക ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തീർത്തും പുതിയ നുണയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഇറാന്റെ പ്രമുഖ വാർത്താ ഏജൻസിയായ മെഹർ റിപ്പോർട്ട് ചെയ്തു. വാക്പോരുകളും സൈനിക ഭീഷണികളും ഒരേ സമയം തുടരുമ്പോഴും മേഖലയിലെ യുദ്ധാന്തരീക്ഷം എന്ന് ശാന്തമാകുമെന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല. എപ്പോൾ വേണമെങ്കിലും കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ തങ്ങൾ തയ്യാറാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും ആവർത്തിക്കുന്നത്.